2025 വലിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഗോൾഡ്, സിൽവർ ETF-കളിൽ 2025 റെക്കോർഡ് നിക്ഷേപമാണ് നടന്നത്. പണ്ടൊക്കെ അക്ഷയതൃതീയ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ജ്വല്ലറിയിൽ പോയിട്ട് ആഭരണങ്ങളോ സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ സ്വർണ്ണ ബാറുകളോ ഇതൊക്കെയായിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷെ 2025 ഗോൾഡ്, സിൽവർ ETF-കളിൽ 644 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു. അതായത് 2024 അപേക്ഷിച്ച് 3 മടങ്ങ് കൂടുതൽ. നിങ്ങൾ സ്വർണത്തിലും വെള്ളിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കിനി ഇൻവെസ്റ്റ് ചെയ്യണോ? ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് നമ്മൾ അതൊക്കെ പഠിക്കാൻ പോവാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഐ വിൽ ടീച്ച് യു ഓൾ ദി ബേസിക്സ് റിലേറ്റഡ് ടു ദിസ് ETFs. ഓൾറൈറ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2024 ഗോൾഡ് ETF-കളുടെ ടേൺ ഓവർ 130 കോടി രൂപയായിരുന്നു. എന്നാൽ അത് 2025 അത് 331 കോടി രൂപയായി. അതായത് 2.5 മടങ്ങ് വർധനവ്. ഇനി സിൽവർ ETF-യുടെ ടേൺ ഓവർ എടുക്കുകയാണെങ്കിൽ 2024 അത് 95 കോടി രൂപയായിരുന്നു. എന്നാൽ 2025 അത് 313 കോടി രൂപയായി. അതായത് 3.3 മടങ്ങ് വർധനവ്. എന്താണ് ടേൺ ഓവർ? ഓക്കെ, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ടേൺ ഓവർ. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ, ഞാൻ പണ്ടേ പറയാറുള്ളതാണ്, ഡെഫിനേഷൻ അല്ല നമ്മൾ പഠിക്കേണ്ട, ആപ്ലിക്കേഷൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ടേൺ ഓവർ ഇതിൽ നടന്നു, ഇത്രയും കാര്യമായിട്ട് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്, അതാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ടേൺ ഓവർ അറിയാത്തവർക്ക് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഡെഫിനിഷൻ ഫസ്റ്റ്. ടേൺ ഓവർ എന്ന് കഴിഞ്ഞാൽ ഒരു ETF-ന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ഒരു നിശ്ചിത കാലയളവിലുള്ള മൊത്തത്തിലുള്ള ട്രേഡിംഗ് വാല്യൂ, വാങ്ങുന്നതും വിൽക്കുന്നതും അടക്കം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു ETF-ൽ 100 കോടി രൂപയുടെ ടേൺ ഓവർ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടി രൂപക്ക് യൂണിറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. പേടിക്കണം, കുറച്ചും കൂടി സിമ്പിളാക്കി തരാം. അതായത് ഞാൻ 10 രൂപക്ക് ഒരു സാധനം വാങ്ങി, ഒരു 10 രൂപക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി, എന്നിട്ട് 10 രൂപക്ക് ആ സ്റ്റോക്ക് വിറ്റു. അപ്പോൾ ഇവിടുത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയാണ്? 20 രൂപയാണ്. അതായത് വാങ്ങുന്നതും വിൽക്കുന്നതും രണ്ടും കൂടിയിട്ടുള്ള വാല്യൂ. അപ്പോൾ ബിസിനസ്സുകളിലെ ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് മാത്രമാണ്, അത് വിൽക്കുന്നത് മാത്രമാണ് ബിസിനസ്സിലെ ടേൺ ഓവർ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങുന്നതും വിൽക്കുന്നതും രണ്ടും കൂട്ടിയിട്ടാണ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് 100 കോടി രൂപയുടെ ടേൺ ഓവർ ഒരു ETF-ൽ നടന്നു വെച്ച് കഴിഞ്ഞാൽ 100 കോടി രൂപക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെട്ടു, യൂണിറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെട്ടു. അതാണ് ടേൺ ഓവർ. അപ്പോൾ ഞാൻ നേരത്തെ എന്താണ് പറഞ്ഞത്? ഗോൾഡ് ETF-ലും സിൽവർ ETF-ലും വലിയൊരു ടേൺ ഓവർ വർധന നമ്മൾ കണ്ടു. അതിൻ്റെ പ്രസക്തി എന്താണ്? ജസ്റ്റ് കോമൺ സെൻസ്, നിങ്ങൾ ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കിയേ. അതായത് ഒരു സാധനം കൂടുതൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് വരുന്നു, അതൊരു റീസൺ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു സാധനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. എന്താണെന്നറിയോ? ലിക്വിഡിറ്റി. അതായത് പെട്ടെന്ന് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. കാരണം അത്രയും ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്, അത്രയും യൂണിറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്, വലിയൊരു ടേൺ ഓവർ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് എൻട്രും എക്സിറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഗോൾഡ് ETF-നും സിൽവർ ETF-നും വലിയൊരു ടേൺ ഓവർ വർധന നമ്മൾ കണ്ടു. അതായത് ആൾക്കാർ ഫിസിക്കലായിട്ട് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇത്തരം ETF-കൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങാൻ പറ്റുന്ന ഗോൾഡും സിൽവറും ETF-കളായിട്ടാണ് വാങ്ങുന്നത്. അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ നിങ്ങൾ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് ഗോൾഡ് ഓർണമെന്റ് വേണ്ട, പക്ഷേ ഗോൾഡ് ETF വേണം. അപ്പം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും? ആസ് എൻ ഇൻവെസ്റ്റർ ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി ജ്വല്ലറിയിൽ പോയി ഒരു ഹാഫ് ഡേ അവിടെ സ്പെൻഡ് ചെയ്ത് ഗോൾഡ് വാങ്ങണം, അല്ലേ? അത് ആ ഗോൾഡ് വാങ്ങിയതിനു ശേഷം അത് നല്ല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. പക്ഷേ ETF ആണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തൽക്ഷണം ഈ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ വാങ്ങാനും വെക്കാനും പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കൺവീനിയൻസ്, സൗകര്യം. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ സൗകര്യം എന്താണ്? ഇത്തരം ETF-കൾ വാങ്ങാനാണ്. അപ്പോൾ വേറെ എന്തൊക്കെയായിരിക്കും റീസൺസ്? ചിന്തിച്ച് നോക്കിയേ. ഗോൾഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ് കൊടുക്കണം, അല്ലേ? GST കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരു ഗോൾഡ് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് ഇന്നത്തെ കാലത്ത് ഗോൾഡ് കിട്ടുമോ? 1 ഗ്രാം വാങ്ങണമെന്നെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം, അല്ലേ? ഇന്നത്തെ ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ 8,950 രൂപയാണ് 1 ഗ്രാമിന്റെ വില. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് വേണം 1 ഗ്രാം ഗോൾഡെങ്കിലും വാങ്ങാൻ. പക്ഷേ ETF-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് ചെറിയ പൈസക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് നിപ്പോണിന്റെ ഗോൾഡ് ETF-ന്റെ വില 1 യൂണിറ്റിന് 81 രൂപയാണ്. അപ്പോൾ കോസ്റ്റ് എഫിഷ്യൻസി എവിടെയാണ് കൂടുതൽ? ETF-കൾക്കാണ് കൂടുതൽ. ETF-കൾക്കാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. മേക്കിംഗ് ചാർജ് കൊടുക്കുന്ന അത്രയൊന്നും കൊടുക്കണ്ട. ഇവിടെ എക്സ്പെൻസ് റേഷ്യോ 1% താഴെയാണ് മിക്ക ETF-കളുടെയും എക്സ്പെൻസ് റേഷ്യോ. അപ്പം ഈ കോസ്റ്റ് എഫിഷ്യൻസി കാരണവും ഇൻവെസ്റ്റേഴ്സ് ഫിസിക്കലിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി. അതായത് നമ്മൾക്കിത് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും പറ്റുന്നു. ഇത് നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് റിയൽ ടൈമിൽ സുതാര്യമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾക്ക് നടത്താൻ പറ്റും ETF-കളിലൂടെ. അപ്പം ഇതൊക്കെയാണ്. അതായത് വിശ്വാസ്യതയുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഇടപാടുകൾ നമുക്ക് നടത്താൻ പറ്റും, ചെലവ് വളരെ കുറവാണ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇൻവെസ്റ്റേഴ്സ്
ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഫിസിക്കൽ സിൽവറിൽ നിന്ന് ETF-കളിലോട്ടേക്ക് മാറുന്നു. ഇനി നാലാമത്തെ കാരണം എന്തായിരിക്കും? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. പല ഇൻഫ്ലുവൻസേഴ്സും ഇതിനെപ്പറ്റി വീഡിയോ ഇടുന്നുണ്ട്, ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ പോയി വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ വാങ്ങുന്ന പലരും കണ്ണും പൂട്ടി വാങ്ങുന്നു. ദാറ്റ് ഈസ് റാങ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ ETF-കളും ഒന്നല്ല. അപ്പം ETF-കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ലിക്വിഡിറ്റി. നമ്മൾക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിറ്റ് രക്ഷപ്പെടാനും പറ്റണം, ആവശ്യ സമയത്ത് വിൽക്കാൻ പറ്റണം. അപ്പം മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ലിക്വിഡിറ്റി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ETF വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ഉഷാറായിട്ട് ഇരിക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് ETF എടുക്കുവാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ETF വാങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ലിക്വിഡിറ്റിയാണ്. എന്താണ് ഈ ലിക്വിഡിറ്റി? നമ്മൾക്ക് ഒരു ETF അല്ലെങ്കിൽ സ്റ്റോക്കിലും ലിക്വിഡിറ്റി അപ്ലിക്കബിൾ ആണ്. അത് നമ്മൾക്ക് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും പറ്റണം. അതാണ് ലിക്വിഡിറ്റി. ഇപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് വിൽക്കാൻ പറ്റുമോ? റിയൽ എസ്റ്റേറ്റിലെ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഇല്ല. ആ റിയൽ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡ് അസറ്റ് അല്ല. നമുക്ക് കുറെ ടൈം എടുക്കും അല്ലെ വിറ്റിട്ട് പൈസ കിട്ടാൻ, നമ്മൾ ബയ്യറെ കണ്ടുപിടിക്കണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സ്റ്റോക്ക് അല്ലെങ്കിൽ ETF-കളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾക്ക് വാങ്ങി വിറ്റ് പൈസ ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ETF-കളുടെ ലിക്വിഡിറ്റി പരിശോധിക്കുക? അതിനുവേണ്ടി നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ട്രേഡിംഗ് വോളിയം. അതായത് ട്രേഡിംഗ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ട്രേഡഡ് ഇൻ എ ഡേ. ഒരു ദിവസം എത്രമാത്രം യൂണിറ്റ്സുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നു, അതാണ് ട്രേഡിംഗ് വോളിയം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾക്ക് എവിടെ കാണാൻ സാധിക്കും? ഇത് നമുക്ക് NSE-ന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനിലോ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം NSE-ന്റെ വെബ്സൈറ്റ് ഇത് കാണിച്ചു തരാം. ETF-കളെ പറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് NSE ETF എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ NSE-ന്റെ സൈറ്റിലെത്തും. അവിടെ നിങ്ങൾക്ക് NSE-ൽ ലിസ്റ്റ് ചെയ്ത എല്ലാ ETF-കളും കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നല്ല വോളിയമുള്ള ETF-കൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വോളിയം എന്നൊരു കോളം കാണാം. ഈ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോളിയം അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ നോക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ്. അതായത് ഏറ്റവും കൂടുതൽ വോളിയമുള്ള ETF-കൾ എനിക്ക് മുകളിൽ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ITBs ഉണ്ട്. ITBs എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ITനെ ട്രാക്ക് ചെയ്യുന്ന ETF. സിൽവർ ബീസ് എന്ന് പറയുന്നത് സിൽവർ ETF ആണ്. ഇത് നിപ്പോന്റെ സിൽവർ ETF ആണ്. ഇനി ടാറ്റ ഗോൾഡ്, ടാറ്റയുടെ ഗോൾഡ് ETF ആണ്. ഗോൾഡ് ബീസ് അഗെയിൻ നിപ്പോന്റെ ഗോൾഡ് ETF ആണ്. ലിക്വിഡ് കേസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF ആണ്. നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് നിപ്പോന്റെ നിഫ്റ്റി 50നെ ട്രാക്ക് ചെയ്യുന്ന ETF ആണ്. ഇതുപോലെ പല കമ്പനീസിന്റെയും ഗോൾഡ് ETFസും സിൽവർ ETFസും നിഫ്റ്റി ETFs ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഹൈ വോളിയം ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആ ഹൈ വോളിയം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു ETF-ന് ലിക്വിഡിറ്റി കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അനാലിസിസിന് വേണ്ടി ഞാൻ സിൽവർ ബീസ് തിരഞ്ഞെടുത്തു. നിപ്പോന്റെ ഗോൾഡ് ബീസും അതുപോലെ തന്നെ ടാറ്റയുടെ ഗോൾഡ് ബീസും ഒരു അനാലിസിസിന് തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം ഇവിടെ കാണാൻ സാധിക്കും. ഗോൾഡ് ബീസിന്റെ വോളിയം എന്ന് പറയുന്നത് 59.61 ലക്ഷമാണ്. ടാറ്റ ഗോൾഡിൻ്റെത് 80.94 ലക്ഷമാണ്. ഇനി ട്രേഡഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രേഡഡ് വാല്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടേൺ ഓവർ. അതായത് മൊത്തം യൂണിറ്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന യൂണിറ്റ്സിന്റെ വാല്യൂ ആണ് ട്രേഡഡ് വാല്യൂ. അത് തന്നെയാണ് ടേൺ ഓവർ. 80.94 ലക്ഷം എന്ന് പറയുന്നത് യൂണിറ്റുകളാണ്. അതാണ് വോളിയം, യൂണിറ്റുകൾ. ആ യൂണിറ്റുകളുടെ വാല്യൂ ആണ് 7.67 CR. ഇനി ഈ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ETF ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഈ ബിഡ് ആസ്ക് സ്പ്രെഡ് വളരെ കുറവായിരിക്കും. എന്താണ് ബിഡ് ആസ്ക് സ്പ്രെഡ്? അതായത് ഈ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് അത് വളരെ കുറവായിരിക്കും. ബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ. അതായത് ഞാനൊരു ബയ്യർ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഗോൾഡ് ETF 9.47 രൂപക്ക് വാങ്ങാൻ റെഡിയാണ്. ചില ആൾക്കാർ കണ്ടോ 9.43 ഇത് വാങ്ങാൻ റെഡിയാണ്. ഇനി ആസ്ക് പ്രൈസ് എന്താണ്? ദ ലോവസ്റ്റ് പ്രൈസ് എ സെല്ലർ ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ്. അപ്പൊ ഞാനിത് വിൽക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു പൈസക്ക് 9.48 രൂപക്ക് വിൽക്കാൻ റെഡിയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആൾക്കാർ ഇത് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടോ, ചില ആൾക്കാർ 9.52 വിൽക്കുള്ളൂ. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് ലിക്വിഡിറ്റി ഇൻഡിക്കേറ്ററിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ്, ഈ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവായിരിക്കും. അത് ഗോൾഡ് ബീസിനും അതുപോലെ തന്നെ ആയിരിക്കും. കണ്ടോ, ഇവിടുത്തെയും ബിഡ് ആസ്ക് സ്പ്രെഡിന്റെ ഡിഫറൻസ് വളരെ കുറവാണ്. ഇവിടുത്തെ ട്രേഡിംഗ് വോളിയം കണ്ടോ, ഇവിടെ 59.72 ലക്ഷം യൂണിറ്റുകളാണ് വോളിയം കാണിക്കുന്നത്. 48.23 കോടി രൂപയാണ് അതിന്റെ വാല്യൂ. അതിന്റെ അർത്ഥം എന്താ? ഈ ETF-കളുടെ വില കുറച്ച് കൂടുതലാണ് കമ്പയർ ടു ടാറ്റ ഗോൾഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാറ്റ ഗോൾഡിന്റെ ഒരു യൂണിറ്റിന്റെ വില 9.48 രൂപയാണെങ്കിൽ ഗോൾഡ് ബീസിന്റെ ഒരു യൂണിറ്റിന്റെ വില 80.84 പൈസയാണ്. ഇപ്പൊ സിൽവർ ബീസിലും ഇതുപോലെ നിങ്ങൾ സിൽവർ ബീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇതിപ്പോ നിപ്പോന്റെ സിൽവർ ബീസ് ആണ്. അതുപോലെ മറ്റുള്ള കമ്പനീസിന്റെ സിൽവർ ബീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ട്രേഡിംഗ് വോളിയം, ട്രേഡിംഗ് വാല്യൂ ഒക്കെ നോക്കാം.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഡ് ആസ്ക് സ്പ്രെഡിന്റെ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ലോ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ETF എടുത്തിട്ട് അതിന്റെ ബിഡ് ആസ്ക് സ്പ്രെഡ് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഞാൻ ഇൻവെസ്കോന്റെ ഇത് നിഫ്റ്റി 50 എടുക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഗോൾഡ് ETF തന്നെ ഉണ്ടോ നോക്കാം. ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഓക്കെ, ഇവിടുത്തെ ബിഡ് ആസ്ക് സ്പ്രെഡ് നോക്കൂ, ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? നേരെ മറിച്ച് നിപ്പോണിന്റെയും ടാറ്റന്റെയും ഗോൾഡ് ETF ബിഡ് ആസ്ക് സ്പ്രെഡിന്റെ ഡിഫറൻസ് വളരെ വളരെ ചെറുതായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ബിഡ് ആസ്ക് സ്പ്രെഡിന്റെ ഡിഫറൻസ് ഹൈ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ETFകളിൽ കുറവുണ്ടാവുക? അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ചിന്തിക്കുക, ഒരാൾക്ക് 10 രൂപേന്റെ ഒരു സാധനം വെക്കാനുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? 10 രൂപേനേക്കാളും ചെറിയൊരു വിലക്ക് കൊടുക്കും അല്ലേ? അപ്പം ചിലപ്പോൾ അയാൾ 8 രൂപക്ക് കൊടുക്കാം, കാരണം വാങ്ങാൻ ആരുമില്ലല്ലോ. അപ്പം മാക്സിമം കുറക്കും. അതേപോലെ വാങ്ങാൻ ആളുണ്ട്, വിൽക്കാൻ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടിയ പൈസക്ക് നമുക്ക് വാങ്ങേണ്ടി വരും. എൻ്റെ അടുത്ത് 10 രൂപേൻ്റെ ഇതേ സാധനം കുറേ പേര് വാങ്ങാനുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പൈസ കൂട്ടിയിട്ട് അത് വിൽക്കാൻ പറ്റും അല്ലേ? അപ്പം ഹൈ ലിക്വിഡ് ആയിട്ടുള്ള സാധനം, അതായത് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങാനും വിൽക്കാനുണ്ടെങ്കിൽ 10 രൂപേൻ്റെ സാധനം എനിക്ക് 10 രൂപയ്ക്ക് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 10.1 9.9 എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് വാങ്ങുമ്പോഴും അങ്ങനെ വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാണ്ട് എനിക്ക് വാങ്ങാനും പറ്റും. വാങ്ങുന്നാക്കും വിൽക്കുന്നാക്കും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഹൈ ലിക്വിഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ETF പ്രത്യേകത. അപ്പോൾ ഈ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ETFs എടുക്കുകയാണെങ്കിൽ ഈ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമ്പാക്ട് കോസ്റ്റ്. ഈ ഇമ്പാക്ട് കോസ്റ്റും ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ETFകളിൽ കുറവായിരിക്കും. ഇമ്പാക്ട് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ബിഡ് ആസ്കിന്റെ അതേ എക്സാമ്പിൾ. അതായത് ഇപ്പോൾ ഈ 10 രൂപേന്റെ സാധനം വാങ്ങാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ 8 രൂപക്ക് അത് കൊടുക്കുന്നു. അപ്പം ആ ഇമ്പാക്ട് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. 10ന്റെ സാധനം 8ന് കൊടുത്തു. അതേപോലെ ഞാൻ വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് വിൽക്കാൻ ആരുമില്ല, അപ്പോൾ ഞാൻ വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ 10 രൂപേന്റെ സാധനം 12 രൂപക്ക് എനിക്ക് തരുന്നു. അപ്പോഴും അവിടെ ഒരു ഇമ്പാക്ട് കോസ്റ്റ് കൂടുതലല്ല. അതായത് ഞാൻ അതായത് 10 രൂപേന്റെ സാധനം ഞാൻ 12 രൂപക്ക് വാങ്ങുവാണ്, എനിക്ക് ഇമ്പാക്ട് കോസ്റ്റ് കൂടുതലാണ് അവിടെ. അപ്പോൾ അതാണ് ഇമ്പാക്ട് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ ETFകൾക്ക് ഈ ഇമ്പാക്ട് കോസ്റ്റ് കുറവായിരിക്കും. ഇനി ഇതേ സാധനം നമ്മൾക്ക് ബ്രോക്കറിന്റെ ആപ്ലിക്കേഷനും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെറോദേന്റെ സൈറ്റിൽ ഇത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഡ് ആസ്ക് സ്പ്രെഡ് കാണാൻ സാധിക്കും, വോളിയം കാണാൻ സാധിക്കും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടത് എക്സ്പെൻസ് റേഷ്യോ. അതായത് ഈ ETFകളിൽ വരുന്ന ചിലവ് എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. ആ എക്സ്പെൻസ് റേഷ്യോ എപ്പോഴും നമ്മളൊരു 1% താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ്പെൻസ് റേഷ്യോ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ ടിക്കർ ടേപ്പിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ പോയാലും ഇതൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റഗറി എക്സ്പെൻസ് റേഷ്യോ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ETFകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പെൻസ് റേഷ്യോ. നമുക്ക് ഇവിടെ തന്നെ ഈ സൈറ്റിൽ ഇതിൻ്റെ പിയേഴ്സിനൊക്കെ ഇവർ കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ HDFCൻ്റെ ഗോൾഡ് ETF ഉണ്ട്, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.59 ആണ്. SBIൻ്റെത് 0.73, ICICI Prudential 0.5. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ നോക്കാനുണ്ട്, അതാണ് ട്രാക്കിംഗ് എറർ. എല്ലാ ETFകളും എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഒരു അണ്ടർലൈങ് അസറ്റിനെ ട്രാക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ബീസ് ആണെങ്കിൽ ഗോൾഡിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഗോൾഡിനെയാണ് അത് ട്രാക്ക് ചെയ്യുന്നത്, ഗോൾഡിന്റെ പ്രൈസ് ട്രാക്ക് ചെയ്യും. അതുപോലെ സിൽവർ ETF ആണെങ്കിൽ സിൽവറിനെ ട്രാക്ക് ചെയ്യും, അണ്ടർലൈങ് അസറ്റ് സിൽവർ ആണ്. നിഫ്റ്റി ETF ആണെങ്കിൽ അണ്ടർലൈങ് അസറ്റ് എന്താണ്? നിഫ്റ്റി 50 ആണ്. ഇപ്പം നിഫ്റ്റി 50ന്റെ സ്റ്റോക്സിനെ അത് ട്രാക്ക് ചെയ്യും. അപ്പോൾ വേറെ ഒരു പണിയില്ല, ഇതിനെ ട്രാക്ക് ചെയ്യലാണ് ഇതിന്റെ പണി. അപ്പോൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് ട്രാക്കിംഗ് എററിന്റെ പ്രസക്തി. ഇത് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇപ്പം നിങ്ങൾ ETFകളുടെ റിട്ടേൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗോൾഡ് ETFകളുടെ റിട്ടേൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാത്തിനും ഒരേ റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം അണ്ടർലൈങ് അസറ്റ് സെയിം ആണ്, എല്ലാം ഗോൾഡിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇത് ഏത് ETF തിരഞ്ഞെടുക്കുന്നു പറയുമ്പോൾ നമ്മൾ ലിക്വിഡ് ആണോ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺസ് എല്ലാം നോക്കണം, ലിക്വിഡ് ആണോ, വാങ്ങിയാൽ വിൽക്കാൻ പറ്റുമോ നോക്കണം, എക്സ്പെൻസ് റേഷ്യോ നോക്കണം. പിന്നെ നോക്കേണ്ടതാണ് ട്രാക്കിംഗ് എറർ, മര്യാദക്ക് ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ. വളരെ ചെറിയ ട്രാക്കിംഗ് എററുള്ള ETFകൾ തിരഞ്ഞെടുക്കണം. കോമൺ സെൻസ് അല്ലേ, ട്രാക്കിംഗ് എറർ കുറവായിരിക്കണം. കുറവുള്ളതാണ് കൃത്യമായിട്ട് ഈ അണ്ടർലൈങ് അസറ്റിനെ ട്രാക്ക് ചെയ്യുന്ന സാധനം. അതെങ്ങനെ നോക്കും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഫിൻ്റെ വെബ്സൈറ്റിൽ പോകണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഓക്കെ, ആ സൈറ്റിൽ പോകണം, ഈ സൈറ്റിൽ പോകണം, ഇപ്പുറത്തെ സൈറ്റിൽ പോകണം, എല്ലായിടത്തും പോയിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്ത് അനാലിസിസ് ഒക്കെ നടത്താനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് റെഡി ആവണം. എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ആവാൻ പറ്റുള്ളൂ. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതായത് നമ്മൾ വിചാരിക്കും ഒരാൾ പറഞ്ഞത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരാൾ പറഞ്ഞത് കേട്ട് ഞാൻ കണ്ടുമുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ ലൈഫിൽ പല തീരുമാനങ്ങളും ഇതുപോലെ ആയിരിക്കും. മറ്റുള്ളവർ പറഞ്ഞായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മൾക്ക് നമ്മളുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. അപ്പം സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അനാലിസിസ് ചെയ്ത്
നല്ലതിനെ കണ്ടുപിടിക്കാൻ പറ്റണം. കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ശീലമൊക്കെ ഉണ്ടാക്കിയെടുത്തോ? നല്ല അടിപൊളി ലൈഫ് പാർട്ട്ണറൊക്കെ വേണ്ടേ? അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ലെറ്റ്സ് ഗോ ടു ആംഫി വെബ്സൈറ്റ്. ആംഫിൻ്റെ സൈറ്റിൽ പോകണം. ആംഫി ആരാണെന്നൊക്കെ എൻ്റെ മ്യൂച്വൽ ഫണ്ട് സീരീസിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആംഫി ട്രാക്കിംഗ് എന്ന് അടിക്കുമ്പോൾ ഈ ഒരു പേജ് കിട്ടും. ഈ ഒരു പേജിലോട്ട് പോവുക. ഗോൾഡ് ബീസ് ആണെങ്കിൽ അത് ആരുടെയാണ്? നിപ്പോണിൻ്റെയാണ്. അപ്പോൾ നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ ഗോൾഡ് ETF നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗോൾഡ് ETF നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തിലെ ഡേറ്റ് കൊടുത്താൽ കിട്ടൂല. നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ കൊടുക്കണം. അതായത് ഓരോ മാസം അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം മെയ് 30 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ആക്സിസ് ഗോൾഡ് ETF കണ്ടോ? ആക്സിസ് ഗോൾഡ് ETFിൻ്റെ ട്രാക്കിംഗ് എറർ 0.22% ആണ്. ഇനി നമ്മൾക്ക് വേറൊരു ഗോൾഡ് ETF എടുക്കാം. ഏതെടുക്കാം? DSP മ്യൂച്വൽ ഫണ്ട് നോക്കാം. ഇതിൻ്റെ ഗോൾഡ് ETF, ഇവരുടെ ഗോൾഡ് ETF നോക്കാം. ഇതാ DSPൻ്റെ ഗോൾഡ് ETF. ഇതിൻ്റെ ട്രാക്കിംഗ് എറർ ഉണ്ടോ? 0.34 ആണ്. അപ്പോൾ നമ്മൾ 2 ETF കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബെസ്റ്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ട്രാക്കിംഗ് എറർ കുറഞ്ഞ ഒരു ഫണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക? ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തേ. ഒരു ETF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ അതിൻ്റെ ലിക്വിഡിറ്റി നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ അതിൻ്റെ വോളിയം ചെക്ക് ചെയ്യണം. വോളിയം നമുക്ക് ബ്രോക്കർ സൈറ്റിലും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ NSEൻ്റെ സൈറ്റിലും ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസ് റേഷ്യോ നോക്കണേ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാക്കിംഗ് എറർ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം നമ്മളൊരു ETF-നെ തിരഞ്ഞെടുക്കാൻ. ഇനി അടുത്തത് $1 ബില്യൺ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഗോൾഡ് ETF-ലോ അല്ലെങ്കിൽ സിൽവർ ETF-ലോ ഇൻവെസ്റ്റ് ചെയ്യണോ? ഗോൾഡ് ETF-കളിലും സിൽവർ ETF-കളിലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജനപ്രീതി കണ്ട് അന്താളിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു അസറ്റ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് അസറ്റ് അലോക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് എല്ലാ അസറ്റ്സും വേണം. എല്ലാ അസറ്റ്സിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി എടുക്കുകയാണെങ്കിൽ, ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ഇൻവോൾവ് ആയിട്ടുള്ള സാധനത്തിനാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടും ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഫണ്ട്സ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഗുണം എന്താ? നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ്? സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. നമ്മൾ കണ്ടതാണ്, പല കറക്ഷൻസും നമ്മൾ കണ്ടു, മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. അതൊരു റിസ്ക് കൂടിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ? ഇനി ഗോൾഡ് എടുക്കുവാണെങ്കിൽ, സിൽവർ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താ? ഇത് ഇക്വിറ്റി ആയിട്ട് കോറിലേഷൻ ഇല്ലാത്തൊരു അസറ്റാണ്. അതായത് ഇക്വിറ്റി താഴെ പോകുമ്പോൾ ഗോൾഡ് താഴെ പോകണമെന്നില്ല, ഇക്വിറ്റി മുകളിൽ പോകുമ്പോൾ ഗോൾഡ് മുകളിൽ പോകണമെന്നില്ല. ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അപ്പം ഇത് നമുക്കൊരു സ്റ്റെബിലിറ്റി തരുന്ന ഒരു അസറ്റാണ്. നമ്മളിപ്പോൾ കുറേ പൈസ ഇക്വിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. നാളെ മാർക്കറ്റ് ഒരു ക്രാഷ് വന്ന് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് താഴെ പോയാലും നമുക്ക് കുഷ്യനായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ് ഈ ഗോൾഡ് ETF ഇതൊക്കെ, എസ്പെഷ്യലി ഗോൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് വേണം, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളുടെ അസറ്റ് അലോക്കേഷനിൽ ഒരു പാർട്ട് തീർച്ചയായിട്ടും ഗോൾഡ് വേണം. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു ബാലൻസ്, ഗിവിങ് ദ സ്റ്റെബിലിറ്റി. മാർക്കറ്റ് ക്രാഷിൽ സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറെയും പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താ? നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? ലിക്വിഡിറ്റി കുറവാണ്. അപ്പോൾ ഓരോ അസറ്റ് ക്ലാസ്സിനും ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോരോ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർലി അസറ്റ് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ETF-ഉം സിൽവർ ETF-ഉം നമ്മൾ കരുതണം. മെയിനായിട്ട് അവരെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ. അതായത് മൊത്തത്തിലൊരു സാധനം താഴോട്ടേക്ക് പോകുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ നമ്മളെ പുഷ് ചെയ്യാനുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന് ഹെഡ്ജിങ് തന്നെ ഇത് കുഷ്യൻ പോലെ വർക്ക് ചെയ്യും. അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ. അതുപോലെ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ, ഒരു വാർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊറോണ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് വല്ലാണ്ട് അങ്ങോട്ട് നെഗറ്റീവായിട്ട് പോകും. ആ സമയത്ത് നമ്മൾ രക്ഷിക്കാൻ ആരുണ്ടാവുക? ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, ഇത്തരം അസറ്റ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദേ ആർ നോട്ട് പ്രൈമറി വെൽത്ത് ക്രിയേറ്റേഴ്സ്. ഇവർ പ്രൈമറി വെൽത്ത് ക്രിയേറ്റർ അല്ല ഗോൾഡും സിൽവറും. പ്രൈമറി വെൽത്ത് ക്രിയേറ്റേഴ്സ് എപ്പോഴും ഇക്വിറ്റിയാണ്. അപ്പോൾ പലരും പറയും അതെങ്ങനെ? ഗോൾഡിൻ്റെയും നിഫ്റ്റി 50-ൻ്റെയും ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരേ റിട്ടേൺ ആണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് തന്നുകൊടുക്കുന്നത്. ഗോൾഡും നിഫ്റ്റി ബീസും തമ്മിൽ CAGR എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം കാണാൻ പറ്റില്ല. പക്ഷേ നിഫ്റ്റി 50 ആണോ ഇക്വിറ്റി? നിഫ്റ്റി 50 മാത്രമാണോ ഇക്വിറ്റി? നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരൊറ്റ കമ്പനി മതി നമ്മുടെ ജീവിതം മാറാൻ. അപ്പോൾ പ്രൈമറി വെൽത്ത് ക്രിയേറ്റേഴ്സ് ഡെഫിനറ്റ്ലി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഹിസ്റ്റോറിക്കലി ആൾക്കാർ ഗോൾഡിനെ യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ്ങിനൊക്കെയാണ്. നമ്മളുടെ ഭാഗ്യം കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് ഗോൾഡ് നന്നായി പെർഫോം ചെയ്തു. അതായത് നിഫ്റ്റിനെ പോലെ തന്നെ നന്നായി പെർഫോം ചെയ്തത് നമ്മളുടെ ഭാഗ്യം. പക്ഷേ അവരുടെ പ്രൈമറി പർപ്പസ്
നമ്മളുടെ പോർട്ട്ഫോളിയോനെ ഒരു കുഷ്യനായിട്ട് വർക്ക് ചെയ്യാനാണ് അവരുടെ പർപ്പസ്. ആ പർപ്പസിന് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിന് നല്ല റിട്ടേൺ കിട്ടിയാൽ നല്ലത് തന്നെ, മോശമൊന്നുമല്ല. എന്ന് വെച്ച് ഇക്വിറ്റീനെ അവഗണിച്ചിട്ട് ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഗോൾഡിനെ അവഗണിച്ചിട്ട് ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ഒരു 5 to 10% ഗോൾഡുകളിൽ നിക്ഷേപിക്കണം എന്നാണ്. അപ്പോൾ നമുക്കൊരു പൊതു നിയമം പോലെ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ഇവർ വേണം, പക്ഷെ പോർട്ട്ഫോളിയോ മൊത്തം ഇവരാവരുത്, ഗോൾഡും സിൽവറും ആവരുത്. ഡെഫിനറ്റ്ലി ഇക്വിറ്റിയും കൂടി വേണം. ഇനി അടുത്ത ചോദ്യം, ഗോൾഡ് ETF ആണോ സിൽവർ ETF ആണോ, ഏതിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഗോൾഡും സിൽവറും ഒക്കെ പണ്ടേ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്, അല്ലേ? ഇപ്പം ഗോൾഡ് നമ്മൾ മലയാളികൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും, സിൽവർ ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സിൽവറും ചെന്നൈയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, വീട്ടിലെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അവർ വെള്ളീൻ്റെ ഒക്കെയാണ് സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഐ വിൽ ഗിവ് യു എ വെരി ഗുഡ് എക്സാമ്പിൾ. നിങ്ങൾ ഗില്ലി കണ്ടിട്ടില്ലേ? ഗില്ലി കാണാത്ത മലയാളികളുണ്ടോ? അപ്പടി പൊടി ആ സിനിമയിലെ വിജയിന്റെ അച്ഛൻ വെള്ളിക്കൂടം വാങ്ങി കൊടുക്കുന്നില്ലേ? ആ വെള്ളിക്കൂടം എടുത്തിട്ടല്ലേ ഇവൻ ആ തൃശ്ശേൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്, ആ വെള്ളിക്കൂടം വിറ്റിട്ടെങ്ങാനും പോകുന്നല്ലേ? അപ്പൊ ഇന്ത്യയിൽ വെള്ളിയും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ്. മലയാളികൾ ഗോൾഡ് സമ്മാനിക്കുന്ന പോലെ വെള്ളിയും സമ്മാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇതിനെ എങ്ങനെ ചിന്തിക്കാം? അതായത് ഗോൾഡ് ETF എങ്ങനെ തിരഞ്ഞെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിഗിനറാണ്, നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം, സാമ്പത്തിക പ്രതിസന്ധികളിൽ നല്ല പ്രകടനം നടത്തുന്ന ഒരു സുരക്ഷിതമായിട്ടൊരു നിക്ഷേപം വേണം. അതുപോലെ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി സിൽവർ ETF ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കാരണം സിൽവറിൽ ഒരു അസ്ഥിരതയുണ്ട്. മാത്രമല്ല സിൽവർ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടാണ് സിൽവറിന്. EVയിലാണെങ്കിലും ടെക് ഫീൽഡിലാണെങ്കിലും ഈ സിൽവറിൻ്റെ യൂസസ് കൂടാണ്. അപ്പോൾ ദർ ഇസ് എ ഡിമാൻഡ്, സിൽവറിനൊരു ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നല്ല റിട്ടേൺസ് സിൽവറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾക്കത് അറിയില്ല. ഇഫ് യു ആർ റെഡി ടു ടേക്ക് റിസ്ക്, നമുക്ക് സിൽവർ ETF ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരും എന്നാൽ പിന്നെ എനിക്ക് സിൽവർ ETF വേണ്ട, ഗോൾഡ് മതി. റിസ്ക് എന്ന് പറയുമ്പം എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത്? ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് മോർ റിട്ടേൺസ്, അതുണ്ട് സിൽവറിന്. പക്ഷേ വി ഡോണ്ട് നോ, ഇപ്പോൾ അറിയില്ല. അപ്പോൾ വി ആർ ടേക്കിംഗ് എ റിസ്ക്. അപ്പോൾ നമ്മൾക്ക് എത്ര പൈസ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇത്രയും പൈസ ഇട്ട് അത് പോയാലും പ്രശ്നമില്ല, അതിലൊരു വോളറ്റിലിറ്റി കണ്ടാലും പ്രശ്നമില്ല. ഈ ഒരു പൈസ ഇട്ടു, നാളെ സിൽവർ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നെ അത് ബാധിക്കുന്നില്ല. ചിലപ്പോൾ റിട്ടേൺസ് കിട്ടൂല, ചിലപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടും. അപ്പം ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്, അങ്ങനെയുള്ളവർക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചോസ് ഗോൾഡ് ഇഫ് യു ആർ എ ലോങ് ടേം ഇൻവെസ്റ്റർ. ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണം, പോർട്ട്ഫോളിയോ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണം, നിങ്ങളൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഷോർട്ട് ടേം വോളറ്റിലിറ്റിയോ നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഗ്രോത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, സിൽവറിന് ഡിമാൻഡ് കൂടുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഒരു റിസ്ക് എടുത്ത് നിങ്ങളൊരു ഹൈ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ സിൽവർ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ സിൽവറും ഗോൾഡും പറയുന്നത് ക്വിക്ക് മണി സ്കീമൊന്നും അല്ല. ഇത് നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോങ് ടേമിലേക്ക് തന്നെ കരുതേണ്ട ഒരു അസറ്റാണ്, ടു ഹെൽപ്പ് അല്ലെങ്കിൽ ടു കുഷൻ അവർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈമറി വെൽത്ത് ക്രിയേറ്റേഴ്സ് എപ്പോഴും ഇക്വിറ്റി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഒറ്റ സ്റ്റോക്ക് മതി ജീവിതം മാറാൻ. അപ്പോൾ ഈ ഒരു അസറ്റ് ക്ലാസ് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ട സാധനങ്ങളാണിത്. അപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കി മനസ്സിലാക്കി മാക്സിമം 5 to 10% ആണ് എക്സ്പേർട്സ് ഒക്കെ പറയാറ്, ആ ഒരു പെർസെൻറ്റേജ് നിർത്തുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഡിസിപ്ലിൻ റിസർച്ച്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അനാലിസിസ് ലൈഫിലും പല അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു അക്ഷയ തൃതീയ വേണമെന്നില്ല ഇത്തരം അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. സ്മാർട്ടായിട്ട് ആലോചിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പം ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ETF എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ETF വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞു. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പലരും ചിന്തിക്കുന്നുണ്ടാവും, അല്ല ഈ ഗോൾഡ് ETF വാങ്ങുന്നതിന് പകരം എനിക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചൂടെയെന്ന്. ഗോൾഡ് ETF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടർലൈൻ അസറ്റ് ഗോൾഡാണ്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്താ? അണ്ടർലൈൻ അസറ്റ് ഗോൾഡാണ്, നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഓട്ടോമേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗോൾഡ് ETF നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലേ ഗോൾഡ് ETF വാങ്ങാൻ പറ്റുള്ളൂ. മ്യൂച്വൽ ഫണ്ടിന് ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്നില്ല. മാത്രമല്ല ഗോൾഡ് ETF കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന്. കാരണം അവിടെ ആ ഫണ്ട് മാനേജറും കൂടി വരുമല്ലോ. അതായത് ഒരു ഫണ്ട് മാനേജർ ഒരു ഗോൾഡ് ETF, ബേസിക്കലി അതിൻ്റെ അണ്ടർലൈൻ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് ETF ആയിരിക്കും. അപ്പോൾ അതിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു AMCൻ്റെ ഒരു ചാർജസും കൂടി വരും. പക്ഷേ അതിൽ ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് SIP ചെയ്യാം. അതായത് എല്ലാ മാസവും ഗോൾഡിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഗോൾഡ് ETF അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇന്ന് ഡിമാറ്റ് അക്കൗണ്ടും പല ബ്രോക്കേഴ്സും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള SIP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ETF നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും.
ഒരു ദിവസം തന്നെ വാങ്ങാനും വെക്കാനൊക്കെ പറ്റും. അതാണ് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് വെച്ചാൽ എന്താ, വാങ്ങൽ വെക്കൽ. അത് ETF അത് പറ്റും. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് ക്രെഡിറ്റ് ചെയ്യില്ല, 2 ദിവസം എടുത്ത് ക്രെഡിറ്റ് ചെയ്യുക യൂണിറ്റ്സ്. എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അത് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വിൽക്കുവാനും പറ്റില്ല. അതായത് അപ്പം തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടൂല. AMC ആ ഓർഡർ പ്ലേസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഒന്നും. ഇപ്പോൾ ഗോൾഡ് ETF ആണ് ഡെയിലി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വിൽക്കണം എന്ന് തോന്നുന്നു, അപ്പം വിറ്റ് പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഒരു 2 ദിവസത്തെ ഡിലേ ഉണ്ടാവും കൈമ കിട്ടാൻ വേണ്ടിയിട്ട് പൈസ. അപ്പോൾ ഇതാണ് ETF-ഉം മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ബൈ.